ദേവി പ്രസീത പരിപാലയനോരിപീതേ നിത്യം യഥാസുരവസാദുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാംശ്ച മഹോപസർഗാൻ. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കണി ഒരുക്കുന്നതിലുള്ള ബത്തപ്പാടിലും പാച്ചിലിലും ആയിരിക്കും. ചിലരുടെയൊക്കെ കഴിഞ്ഞിരിക്കും അല്ലേ. എന്തായാലും സംക്രമ ദിവസമായിരിക്കുന്ന ഇന്ന് നല്ലൊരു സംക്രമ ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷുക്കണി നാളെയാണല്ലോ. ദേവി മാഹാത്മ്യത്തിലത്തെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ പറയണ ദേവി പ്രസീത പരിപാലകനോരിപീതേ. ലോകത്തിന് മുഴുവനും ഭീഷണി ആയിരുന്ന ശുംഭനിശുംഭന്മാരെ വധിച്ചതിന് ശേഷം ദേവന്മാർ പരാശക്തിയെ സ്തുതിക്കുന്ന സ്തുതിയാണ് നാരായണീ സ്തുതി എന്ന് പൊതുവേ പറയും. 11-ാം അധ്യായം എന്നാണ് ശരിക്ക് നല്ലത്. കാരണം നാരായണീ സ്തുതി തന്നെയാണ് എങ്കിലും 11-ാം അധ്യായം ഒരു ദിവസവും നമ്മൾ നോക്കി ചെല്ലിയാൽ കുറേ കഴിയുമ്പോൾ കാണാപ്പാടാവും. ചെല്ലിയാൽ അപകടങ്ങളില്ലാണ്ടേവാൻ, ദാരിദ്ര്യം ഇല്ലാണ്ടേവാൻ, വീട്ടിലെ അനിഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, നല്ലതൊക്കെ ഉണ്ടാവാൻ ആണല്ലോ വേണ്ടത്. സുഖം ഉണ്ടാവാൻ, ദുഃഖം ഇല്ലാണ്ടാവാൻ. ചുരുക്കം പറയാച്ചാൽ ഈ അധ്യായം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുറേ ശ്ലോകങ്ങളുണ്ട്. ഓരോ ശ്ലോകവും മന്ത്രമാണ്. ഒരു അവസാനത്തെ ശ്ലോകം എന്ന് പറയാവുന്നതാണ് ഈ ശ്ലോകം. അതിനുശേഷം ഒരു ചെറിയൊരു ശ്ലോകം കൂടിയേ ഉള്ളൂ. ഇവിടെ പറയാണ് ദേവി പ്രസീത പരിപാലകനോ അരിപീതേ. ത്രൈലോക്യം വാണ ദേവേന്ദ്രനെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ച് അനവധി ദ്രോഹം ദേവന്മാർക്കും മനുഷ്യർക്കും എന്ന് വേണ്ട ത്രിലോകത്തിനും ചെയ്ത ശുംഭനും നിശുംഭനും 2 അസുരന്മാരെ വധിച്ചത് മൂലം ഹേ ദേവി ഞങ്ങൾക്ക് സമാധാനവും ക്ഷേമവും ഉണ്ടായിരിക്കുന്നു. ഈ ലോകത്തിലത്തെ പാപങ്ങളെ മുഴുവനും ഇപ്രകാരം നശിപ്പിച്ച് അതാത് സമയത്ത് ഇടപെട്ട് നേരെയാക്കി തരാൻ ദേവി അല്ലാണ്ട് ആരാ ഉണ്ടാവുക? പരാശക്തിയായിരിക്കുന്ന ജഗദംബയ്ക്ക് അല്ലാണ്ട് ആർക്ക് കഴിയും ഇത്തരം മഹാപ്രശ്നങ്ങളെ നേരിടാൻ? അതുകൊണ്ട് ദേവി ഈ ചെയ്തത് മാത്രമല്ല, ഇനിയും ഏതെല്ലാം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടാവും അതൊക്കെ നേരിടാൻ ഞങ്ങൾ അശക്തരാണേ. ഇതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേവി മറയരുതേ, ദേവി മാറി നിൽക്കരുതേ. എന്നും പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ, എന്നും പ്രശ്നമാണ്. ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം, അത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം ഇല്ലേ. അതാണ് ശുംഭന്മാരും മഹിഷാസുരനൊക്കെ ഈ പ്രശ്നങ്ങളാണ്. അതൊക്കെ പ്രതീകാത്മകമായിട്ട് എടുക്കുകയാണെങ്കിലേ, ഒരാൾക്ക് കോവിഡ് വന്ന് മാറുമ്പോഴേക്കും വേറെ ആളുടെ കുളിമുറിയിൽ വീണ് കാലൊടിയും, ഒരാളുടെ കാലൊടിയുമ്പോഴേക്കും വേറെ ആൾക്ക് വേറെ പ്രശ്നങ്ങളായി അല്ലേ. കുടുംബ പ്രശ്നമാണ്, വേറൊന്നാണ്, അതാണ് ധനമൊക്കെ പോയി, അല്ലെങ്കിൽ വരുമാനമില്ല. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളാണ് ശുംഭ നിശുംഭന്മാർ. അവർ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ലളിതാ സഹസ്രനാമം ചൊല്ലുക, ദേവി മാഹാത്മ്യം ചൊല്ലുക. ആ പ്രശ്നങ്ങളെയൊക്കെ ദേവി ഇല്ലാതാക്കി തീർക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അശുഭങ്ങൾ നിറച്ചുകൊണ്ടുള്ള ദാരിദ്ര്യമാകട്ടെ, കലഹമാകട്ടെ, തൊഴിലില്ലായ്മയാവാം, ദാമ്പത്യ സുഖമില്ലായ്മയാവാം, സന്താനമില്ലായ്മയാവാം, ഇതൊക്കെ ശുംഭനിശുംഭന്മാരെന്ന് വിളിക്കാവുന്ന അശുഭങ്ങളാണ്. നമ്മുടെ മനസ്സമാധാനത്തെ കെടുത്തുന്നവയാണ്. നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള മലയാള കലണ്ടർ പ്രകാരം ഇന്നാണ് ശരിക്കും വർഷം അവസാനിക്കുന്നത്. നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയേണ്ടത് നാളെയാണ്. മേടം 1-ാം തീയതി സംക്രമം കഴിഞ്ഞ് ശരിക്കും നമ്മുടെ വർഷം ആരംഭിക്കണത്. ചിലർ പറയും മലയാള മാസം ചിങ്ങമാസമാണ് കൊല്ലത്തിൻ്റെ തുടക്കം. ചിലർ പറയും ജനുവരിയാണ് ന്യൂ ഇയർ. ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂഷനാക്കണ കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. സത്യത്തിൽ എപ്പോഴാണ് വർഷം തുടങ്ങണം?
നാളെ തന്നെ ഒരു സംശയം വേണ്ട. മേടം, മിടവം, മിഥുനം, കർക്കിടകം ഇങ്ങനെയാണ് പോണത്. ചിങ്ങത്തുനിന്നൊന്നുമല്ല. ചിങ്ങമൊക്കെ മലയാള മാസം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കിയതാണ്. ശാസ്ത്രീയമായിട്ട് നമ്മുടെ വർഷം ആരംഭിക്കുന്നത് ശരിക്ക് നാളെയാണ്. മേടം 1-ാം തീയതിയാണ് സൂര്യൻ ആ ഒരു സംക്രമം ആരംഭിച്ചിട്ട് മേടൻ രാശിയിലേക്ക് കിടക്കുന്നത്. മിക്കവാറും ഈ സമയങ്ങളിൽ രാവും പകലും തുല്യമായിരിക്കും എന്നാണ്. രാവും പകലും ഏകദേശം തുല്യമായിരിക്കും. ശരിക്കും 2 ദിവസമാണ് കൃത്യമായിട്ടുള്ളൂ. പക്ഷേ പൊതുവേ പറയുമ്പോൾ ഇപ്പോഴൊക്കെ തുല്യമാവും. 12 മണിക്കൂർ പകലും 12, അതിൽ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഡിസംബറിലൊന്നും അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ടാവും, രാത്രി കൂടും. അപ്പം നമ്മുടെ വർഷാരംഭമായിരിക്കുന്ന നാളെ, അതിൻ്റെ നേരെ തലേ ദിവസമായിരിക്കുന്ന ഇന്ന് നമ്മളെന്താണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്? ശുംഭനിശുംഭന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അനർത്ഥങ്ങളായിട്ട്, കലഹങ്ങളായിട്ട്, ദാരിദ്ര്യമായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട്, ദാമ്പത്യ കലഹങ്ങളായിട്ട് ഉള്ള ശുംഭനിശുംഭന്മാർ, ആസുരത്വം, മനഃപ്രസാദം കെടുത്തുന്നവ എന്തായാലും അതെല്ലാം നമ്മൾ ആസുരം എന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാം എന്നാണ്. എന്തൊക്കെ നമുക്ക് മനസ്സന്തോഷം തരുന്നുവോ അതൊക്കെ ദൈവികം എന്ന് പറയാം. ഈ ഗീതയിൽ ദൈവീ സമ്പത്തും ആസുര സമ്പത്തും ഉണ്ട്. അർജുന, നീ ദൈവീക സമ്പത്തിന് അർഹനാണ്. മനഃപ്രസാദം, സൗമ്യത്വം, മൗനം, ഇന്ദ്രിയ നിഗ്രഹം മുതലായ സൽഗുണങ്ങളുടെ വിളനിലമാണ് നീയെ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. എങ്കിലും ആസുരത്തെ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് എന്താ അഹിംസ, സത്യം, അസത്യം, അതുപോലെ തന്നെ ക്രോധം, ലോഭം, മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത, ഇതൊക്കെ ആസുര സമ്പത്താണ്. അതുകൊണ്ട് ആസുര സമ്പത്തിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനും ദൈവീ സമ്പത്തിനെ സ്വാഗതം ചെയ്യാനും ഈ സംക്രമ ദിവസം കഴിയട്ടെ. എല്ലാവിധ അശുഭങ്ങൾക്കും നമുക്ക് അവധി കൊടുക്കാം. ഈ വർഷത്തോടുകൂടി നമ്മുടെ സർവ്വ അശുഭ ചിന്തകളും, സുഖത്തെ തരാത്തതായ സർവ്വ കാര്യങ്ങളും, ഇംഗ്ലീഷിൽ എന്തെല്ലാം എന്നുള്ള നെഗറ്റീവ് എന്ന് പറയുന്നുവോ അത്തരം കാര്യങ്ങളെയൊക്കെ ദേവി ഹനിച്ച് ഇല്ലാതാക്കി തീർക്കട്ടെ. പരാശക്തിയായിരിക്കുന്ന ജഗദംബികയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അശുഭങ്ങളും ഈ വർഷത്തെ അവസാന ദിവസമായിരുന്ന അവധി നൽകണമേ. ശുഭങ്ങൾ മാത്രം നൽകിക്കൊണ്ടുള്ളതായ നല്ലൊരു വർഷം ഞങ്ങൾക്കെല്ലാം ദേവി ഉണ്ടാക്കി തരണമേ. അല്ലെങ്കിൽ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അരുളയണമേ. നല്ലൊരു വർഷം തരണമേ. എല്ലാ അശുഭചിന്തകൾക്കും നമുക്ക് അവധി കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ച് മൂടാം. ആ നല്ല ദിവസത്തെ സ്വാഗതം ചെയ്യാനായിക്കൊണ്ട് ആസുരങ്ങളെ മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാവന്ദനം അവസാനിപ്പിക്കാം. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും നല്ലൊരു വിഷു ആദ്യമായി തന്നെ ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം.